മറ്റു വാർത്തയിലേക്ക്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. ഏതാണ്ട് 140 അടിയോളം എത്തുന്നു. 142 അടിയാണ് ഇതിൻ്റെ സംഭരണ ശേഷി എന്ന് പറയുന്നത്. ഇത് 139.42 എത്തിയിട്ടുണ്ട്. അതൊരു പക്ഷേ 140 ഉയരുന്ന ഒരു ഘട്ടമുണ്ട്. നേരത്തെയും ഇതിന് സമാനമായ സാഹചര്യം ഉണ്ടായെങ്കിലും നീരൊഴുക്ക് കുറഞ്ഞതിനെ തുടർന്നായിരുന്നു ഈ ഷട്ടറുകൾ തുറക്കുന്നത് മാറ്റിവെച്ചത് തമിഴ്നാട് സർക്കാർ. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഏറ്റവും പുതിയ ആശങ്ക കൂടിയാണ് എത്തുന്നത്. ബിനീഷ് ആൻ്റണി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ബിനീഷ്, ഈ 139 അടി കഴിയുകയാണ്, അതായത് 140 അടുക്കുന്നു. 142 ഇതിൻ്റെ പരമാവധി സംഭരണ ശേഷി അപ്പോൾ കോടതി നിശ്ചയിച്ചത്. അപ്പോൾ ഈ തമിഴ്നാട് ജലം തുറന്നു വിടുന്നതിലേക്കൊക്കെ നീങ്ങുന്നുണ്ടോ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നിന്ന്? ഏതായാലും അത്തരത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല ജിംഷാദ്. ഇപ്പോൾ 239.90 അടിയിലേക്ക് എത്തി. ഇനി 140 അടിയിലേക്ക് എത്താൻ ഉടനെ ആകുമെന്ന നിഗമനത്തിലാണ് ഇപ്പോഴും ഉള്ളത്. ഏതായാലും 2050 ക്യൂസെക്സ് വെള്ളമാണ് ഇപ്പോൾ ഒഴുകി എത്തുന്നത്. അതോടൊപ്പം തന്നെ തമിഴ്നാട് 300 ക്യൂസെക്സ് വെള്ളം ടണൽ മാർഗം വഴി തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട്. പരമാവധി സംഭരണശേഷി 142 അടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ അതിശക്തമായ മഴ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സമീപവും ഈ പെരിയാർ സമീപമെല്ലാം തന്നെ ശക്തമായ മഴ തുടരുന്നു. 137 അടി എത്തിയപ്പോൾ തന്നെ തമിഴ്നാട് രണ്ടാമത്തെ മുന്നറിയിപ്പ്, ആദ്യം ഒന്നാമത്തെ മുന്നറിയിപ്പും പിന്നീട് രണ്ടാമത്തെ മുന്നറിയിപ്പും നൽകുകയായിരുന്നു. അണക്കെട്ട് തുറക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. അന്ന് 12,000 ക്യൂസെക്സിലധികം വെള്ളമാണ് ഈ സെക്കൻഡിൽ ജലാശയത്തിൽ ഒഴുകിയെത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഡാം തുറക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പെല്ലാം നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ഈ മഴ കുറവായതോടെ, അല്ലെങ്കിൽ ജലനിരപ്പ് കുറവായതോടെ പിന്നീട് മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കില്ല എന്നുള്ള നിഗമനത്തിലെത്തുകയായിരുന്നു. അണക്കെട്ടിലെ നീരൊഴുക്കും കുറഞ്ഞു എന്ന ആശയം തന്നെയായിരുന്നു ഇന്നത്തേത്. ഏതായാലും ഈ ഭാഗങ്ങളിൽ മഴയില്ല. ഏതായാലും 139.90 അടിയിലെത്തിയത് കാരണം ഏതായാലും ഒരു തമിഴ്നാടുമായി ചർച്ച നടത്തി ഏതായാലും തുറക്കാനുള്ളൊരു സാധ്യതയാണ് നമ്മൾ കാണേണ്ടത് ജിംഷ. ശരി, ബിനീഷ് ആൻ്റണിയാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.